ഞാനിവിടെ ഇന്നലെ വരുമ്പോൾ 3:30 കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ എന്നെ ഇവള് വിളിച്ചിട്ടൊരു കുക്കറിന്റെ വാഷർ പോയി അത് മേടിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ്, അപ്പൊ അത് കാരണം കൊണ്ട് വരാൻ താമസിക്കും എന്ന് പറഞ്ഞപ്പോ കൊച്ചിനെയും വിളിച്ചോണ്ട് ഇവിടെ ആ വഴി പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പോവാറുണ്ട്, കടകളിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു 6 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു, അങ്ങോട്ട് ചെന്നോന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അവര് പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറുകൂടെ നോക്കിയിട്ടില്ലേ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വനിതാ ഇവിടുന്ന് വിളിച്ചായിരുന്നു. വനിതാ സെല്ലല്ല, വനിതാ മറ്റേ ഇതില്ലേ, വനിതാ ഇതിനാണ് വിളിച്ചത്. അപ്പൊ അതിനെ വിളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, കാണാനില്ലാന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവര് നേരത്തെ തന്നെ വിളിച്ചത്. അപ്പൊ അന്നേരം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇതുപോലെ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ചേച്ചി വിളിച്ച് അവിടെ കംപ്ലൈന്റ് പറഞ്ഞ് അവരെന്നെ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പോലെയൊക്കെ സംഭവങ്ങളെന്ന് പറഞ്ഞു. കൊച്ചുങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ വിളിക്കുമ്പോ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഇവക്കടെ ചേച്ചിയും അമ്മയും പറയണത് മാത്രമേ അവള് കേൾക്കുള്ളൂ. ഇപ്പൊ ഇന്നലത്തെ സംഭവത്തിലും അവക്കടെ ചേച്ചിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് എന്റെ ഉറപ്പ്. ഇപ്പൊ എന്റെ കൊച്ചു അറിഞ്ഞിട്ടില്ല, ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചിനെ അങ്കൻവാടി 2 ദിവസമായിട്ട് വിടാറില്ല, അച്ഛൻ ആഴ്ചയിലായതുകൊണ്ട്. അപ്പൊ ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു കൊച്ചിനെ അങ്കൻവാടിയിൽ വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ കൊച്ചു പോണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ കൊച്ചിനെ റെഡിയാക്കി 9:30 കഴിഞ്ഞിട്ട് പോയി അങ്കൻവാടിയിൽ. 8:45 കൊച്ചു റെഡിയായി. അപ്പൊ ഞാനോട് പറഞ്ഞിട്ടാണ് കൊച്ചു റെഡിയായത്. കൊച്ചു പോണില്ലാന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. അപ്പൊ എന്റെ മുമ്പിൽ ഇവിടെ ഇരുന്ന് റെഡിയായി, ഇവിടെ ഇരുന്ന് റെഡിയാകണ ഫോട്ടോയാണ് കിടക്കുന്നത്. അപ്പൊ ഞാനും പറഞ്ഞു പോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊച്ചു പോയത്, അല്ലെങ്കിൽ കൊച്ചു പോകില്ലായിരുന്നു. സാധാരണ സന്ധ്യയാണോ അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ടുവിടാറൊക്കെ? ഇല്ല, ഇവിടെ ഞങ്ങളാരും ഉള്ളപ്പോ ഞങ്ങളെ കൊണ്ടുവരണേ. പക്ഷെ ഇപ്പൊ ഇന്നലെ കൂട്ടുകാരന്റെ കൊച്ചു ഇവിടെ താഴെ നിന്ന് പോകുന്നുണ്ട്, അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ വിടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് നേരത്തെ റെഡിയാക്കിയത്. എന്നുവെച്ചാൽ അവർ 9:30 പോകും, ഞാനൊക്കെയാണ് 10 മണിക്ക് കൊണ്ടാക്കാറുള്ളൂ. അപ്പൊ അവര് 9:30 പോണ കാരണം കൊണ്ടാണ് നേരത്തെ റെഡിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ESI ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കുക്കറിന്റെ വാഷർ പോയി മേടിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വരാൻ താമസിക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചതൊക്കെ അതിനകത്ത് റെക്കോർഡ് ഫോണിൽ ഇത് പരിശോധിച്ച് അറിയാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 3:30 വരുമ്പോൾ ഇവിടെ ആളില്ല. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വൈഫ് കൊച്ചിനെ കൊണ്ട് വന്ന് വിളിച്ചേ കണ്ട. അപ്പൊ ഞാൻ തലേദിവസം രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇന്നലെ രാവിലെ ഞാൻ അങ്ങ് പോയത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന വഴി ചേരം കിടന്ന് ഉറങ്ങി. 5:30 എഴുന്നേറ്റപ്പോഴും വന്നിട്ടില്ല. അന്നേരമാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് വെറുതെ പറയണ, അതിനകത്ത് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവക്കടെ ചേച്ചിക്ക് അമ്മയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയണല്ലാണ്ട് ഇവര് കേൾക്കില്ല. ഇവള് ഇന്നാള് കഴിഞ്ഞ ദിവസം അവരിവിടെ വന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് അവരുടെ വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു അമ്മയുടെ കയ്യിൽ നിന്ന് വള പണയം വെച്ച് കാശിതാ എന്നും പറഞ്ഞ ആളെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മയൊക്കെ ഇവിടെ വന്നു. അപ്പൊ അമ്മയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു. എന്റെ പേരും പറഞ്ഞ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞ ഇവിടെ വന്നേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നോട് എന്റെ മുമ്പിൽ നിർത്തി. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് ഈ ശാഖയുടെ സെക്രട്ടറി കാര്യങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പൈസയൊക്കെ എന്തായിരുന്നു ചോദിക്കുമ്പോ അവളൊന്നും പറയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ബാക്കി എന്തെങ്കിലും ഞാൻ കൊച്ചിനോട് ചോദിച്ചാൽ അറിയാം. എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളോ ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് കൊച്ചിനോട് ചോദിച്ചാൽ അവൻ നുണ പറയില്ലല്ലോ.